നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന ഫ്ലവർ ടു ഫ്ലവർ എന്ന പാഠഭാഗമാണ് ചാപ്റ്റർ. സോ ഇതിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ച് കുറേ ഫ്ലവർ അല്ലേ. ഇപ്പം ലോക്ക്ഡൌൺ കാലഘട്ടമാണല്ലോ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് പുറത്തു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുകയായിരിക്കും അല്ലേ. അത്രയും ഇതിൽ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത്, നിങ്ങൾ വീട്ടില് ഒരു പൂന്തോട്ടം ഒരുക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഒരു ചട്ടിയിലോ എന്തെങ്കിലും എന്ത് ചെയ്യാം, കുറച്ച് ഒരു ചെടി നട്ടു നോക്കാം. അത് പച്ചക്കറിയാവാം, എന്തുവാകാം. അങ്ങനെ എന്ത് ചെയ്യാം, ഒരു കുറച്ച് വിത്തൊക്കെ വിതറി എന്ത് ചെയ്യാം, നിങ്ങളൊരു ചട്ടിയിൽ ഈ ചെടി നട്ടു നോക്കാം. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പൊ അങ്ങനെ വളർന്ന് ഒരു ദിവസം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് മുകളിൽ മുട്ടുണ്ടാകുന്നു അല്ലെ. ആ ചെടിക്ക് മുട്ടുണ്ടാകുന്നു അല്ലെ. നിങ്ങൾ നിരീക്ഷിച്ചു നോക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ മുട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതൊരു പൂവായിട്ട് മാറും. നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്ന ആ ചെടിക്ക് ഒരു പൂവുണ്ടാകുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ എന്തായിരിക്കില്ല അല്ലെ. അത് നിങ്ങളൊന്ന് ചെയ്യാം, ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു നല്ലൊരു ആക്ടിവിറ്റി ആണെന്ത്, ഇതേപോലെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സ്ഥലത്ത് കുറച്ച് എന്ത് ചെടിയായാലും വേണ്ടില്ല, പാഴ്ചെടിയൊക്കെ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പൂവ് ഉണ്ടാകുന്ന ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറികളോ എന്തെങ്കിലും കുറച്ച് കുഴിച്ചിടാം. അതിപ്പം ഒരുപാട് സ്ഥലം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ചെറിയ ചട്ടിയിലൊക്കെ വാങ്ങിയിട്ട് കുഴിച്ചിടാൻ പറ്റുന്നതാണ്. ഓക്കെ. നിങ്ങൾ ചട്ടിയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, ആ പാത്രത്തിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ഫ്ലവർ ടു ഫ്ലവർ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ. ഇന്ന് നമുക്ക് ഇതിന്റെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ ഉള്ളിലേക്ക് കടക്കാം. നിങ്ങള് മിക്കവാറും എല്ലാവരും വീട്ടിലും ഗാർഡനൊക്കെ ഇല്ലേ, ഇല്ലെങ്കിൽ അത് നോക്കട്ടോ. സ്പെക്ടക്കിൾസ് ഓഫ് ഫ്ലവേഴ്സ്. നോക്കാം. വാട്ട് ആർ ദ ഫ്ലവേഴ്സ് like in what respects are they different? അപ്പൊ അതിൽ ഓരോന്നിനും നമ്പർ ഓഫ് പെറ്റൽസ് വ്യത്യസ്തമായിരിക്കും. എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടാകുന്നത്, പെറ്റൽസ് ഉണ്ടാവും, കളറുകൾ, അങ്ങനെ പല രീതിയിലും, അതായത് ഒരു സൈസ്, ഇതൊക്കെ ഓരോന്നിനും ഓരോ ഇതായിട്ടുള്ള രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കും ഫ്ലവേഴ്സിന് അല്ലെ. എല്ലാവരും ഒരുപോലെ കാര്യം നടക്കില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളും ഡിഫറെന്റ് സൈസുകളും അങ്ങനെ പല ഷേപ്പുകളും ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ നോക്കാം. സ്പെക്ടക്കിൾസ് ഓഫ് ഫ്ലവേഴ്സ് എന്തൊക്കെയാണ്? ഗോ ടു എ ഗാർഡൻ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഗാർഡൻ ഉണ്ടെങ്കിൽ അത് നോക്കാം. അപ്പൊ ഗാർഡനൊക്കെ പോയി കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങളുടെ വീട്ടിൽ ഒരുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏറ്റവും സുഖമായിട്ട് നിങ്ങൾക്ക് ദിവസം നോക്കാം അല്ലെ. ഒബ്സർവ് ദ ഫ്ലവർ കെയർഫുള്ളി. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ കുറച്ചൊരു പൂന്തോട്ടമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരുക്കി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പൊ മഴയാണ്, മഴയത്ത് വലിക്കരുത്, പോയി കളിക്കുകയും ചെയ്യരുത്, ശ്രദ്ധിക്കാം. അങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെടികളൊക്കെ വെച്ചിട്ട്, ചട്ടികളൊക്കെ വെച്ചിട്ട് അതിലൊക്കെ കഴിയുന്നതും ഒരു പൂന്തോട്ടമൊക്കെ ഒരുക്കിണ്ടാക്കാം. ഓക്കെ. അപ്പം ഇതേപോലെ ഒരു ഫ്ലവർ ഉണ്ടാവും. ഡു ഓൾ ഫ്ലവേഴ്സ് ഹാവ് പെറ്റൽസ്? അപ്പം ചോദ്യം ചോദിക്കുകയാണ്. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇതളുകൾ. സോ വാട്ട് ഈസ് പെറ്റൽസ്? ഇതളുകൾ അല്ലെ. എല്ലാ ഫ്ലവേഴ്സിനും പെറ്റൽസ് ഉണ്ടാവില്ലേ? പെറ്റൽസ് ഉണ്ടാവില്ല ഫ്ലവേഴ്സ് ഉണ്ടാവും ഇല്ല. എല്ലാ ഫ്ലവേഴ്സിനും പെറ്റൽസ് ഉണ്ടാവും അല്ലെ. പക്ഷെ പെറ്റൽസ് എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നില്ല, ഡിഫറെന്റ് ആയിരിക്കും. ചിലത് വലിയ സൈസ് ഉള്ളതായിരിക്കും, ചിലത് സൈസ് കുറവായിരിക്കും, ചിലത് ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ പലതുണ്ടാവും. which is the part that connect flowers to the plants? പ്ലാന്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ്? അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ആൻസർ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. ഫ്ലവേഴ്സിന്റെ പാർട്സ് പഠിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പം എല്ലാ വിച്ച് പാർട്സ് ഓഫ് ദി കണക്റ്റഡ് ടു ദ പ്ലാന്റ്സ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് എന്ത് ആവശ്യമാണ്? ഫ്ലവേഴ്സിന്റെ പാർട്സ് നമുക്കറിയണം. ഫ്ലവേഴ്സിന് ഓരോ പാർട്സ് ഉണ്ട് അല്ലെ. നോക്കാം.
ഫ്ലവേഴ്സിന്റെ പാർട്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടില് ഒരു ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്തു വെക്കാം. നമ്മൾ ആദ്യം ഒരു ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ചെമ്പരത്തി പൂ എന്ന് പറയാൻ കാരണം എന്നറിയോ? ബാക്കിയുള്ള ഫ്ലവേഴ്സിനെക്കാട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ചെമ്പരത്തി പൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ വലിയ മുതിർന്ന കുട്ടികളോ അവർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം. അതേപോലെ ഈ ഇതൾ ഒരൊറ്റ ഇതൾ മാത്രം ചെമ്പരത്തി പൂവിനെ എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നിരീക്ഷിക്കുക. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോന്നിനെ കുറിച്ചതാ. ഈ മുകളിൽ ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അല്ലെ, ഈ മുകളിൽ നിൽക്കുന്ന ഈ ബാക്കിയുള്ള ഭാഗം നമുക്ക് പിന്നെ പഠിക്കാം. ഇതിന്റെ ഈ ഉള്ളിലേക്ക് കുറച്ച് കാര്യം കൂടി പഠിക്കേണ്ടത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. ഇവിടെ നോക്കാം, ഈ ഭാഗത്ത് പറയുന്ന പേര് which is known as androecium. Androecium is the male sex organ of the plant. Androecium is the male sex organ of the plant. Androecium എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സിലെ ഫ്ലവേഴ്സിന്റെ കേസിൽ ഫ്ലവേഴ്സിലെ എന്താണ് ആൺ ബീജമുള്ള സ്ഥലമാണ്. ഓക്കെ, androecium എന്ന് പറയുന്നത് is the male സെക്സ് ഓർഗൻ ഓഫ് ദി പ്ലാന്റ്. പ്ലാന്റിന്റെ മെയിൽ സെക്സ് ഓർഗൻ ആണ്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഈ androecium ആണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കൊറോള, ഈ ഇങ്ങനെ ഇതളുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഇതിനെയാണ് കൊറോള എന്ന് പറയുന്നത്. എന്താണ് കൊറോള? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? കിരീടം എന്നാണ് അതിന്റെ അർത്ഥം. കൊറോളന്റെ അർത്ഥം കിരീടം. അപ്പം ഇതുകൊണ്ട് ഈ കാര്യം കൂടി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കൂടി നമുക്ക് ഇതിനെ കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ സണ്ണിന്റെ ഉള്ളിലും ഇതേപോലെ തന്നെ കൊറോള എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, അതിന് കിരീടമാണ് അതിന്റെ അർത്ഥം. കിരീടമായിട്ടാണ് അതിന്. ഓക്കെ, അത് ഗ്രീക്ക് ലിപിയിലാണോ എന്ന് തോന്നുന്നു കൊറോളയ്ക്ക് വീട് എന്താണ് ഈ കിരീടം എന്നുള്ളത് വീട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു കിരീടം പോലെ കണക്കിയല്ല നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദിസ് പാർട്ട് ഈസ് ഓഫ് ദി ഫ്ലവർ ഈസ് കൊറോള. കൊറോളയാണ് ഈ ഭാഗം ഫ്ലവറിന്. അപ്പൊ നിങ്ങൾ ആ ഫ്ലവർ നിങ്ങളെ കയ്യിലുള്ള ഫ്ലവർ എടുത്ത് നോക്കുക. അതില് ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്തെ ആൻഡ്രീഷ്യം എന്നും ഈ ഭാഗത്തെ ഇതുപോലുള്ള ഈ ഭാഗത്തെ കൊറോള എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് വൈറ്റ് കളറായിട്ട് കാണുന്നത് ഓക്കെ ഗൈനേഷ്യം. ഇതിന്റെ ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ. നമുക്കത് അടുത്ത സ്ലൈഡിൽ വ്യക്തമായിട്ട് കാണിച്ച് പറയുന്നതാണ്. ഇതിന്റെ ഈ ഭാഗത്തെ നമുക്ക് പറയാനുള്ള അടുത്ത സ്ലൈഡിൽ നമുക്കത് ഗൈനേഷ്യത്തെ കുറിച്ചിട്ട് അടുത്ത സ്ലൈഡിൽ കാണിക്കും. ഓക്കെ, ദിസ് പാർട്ട് ഈസ് നോൺ ആസ് ഗൈനേഷ്യം. Gynoecium is the female reproductive organ of the plant. Gynoecium is the female reproductive organ of the plant. അപ്പം എന്താ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അറിയില്ല. അപ്പൊ ഈ ഗൈനേഷ്യൻ ആണെന്ത് ഇവിടുത്തെ പെൺബീജം, പെൺഭാഗം എന്ന് പറയുന്ന ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാന്റിലെ ഫ്ലവറിന്റെ ഗൈനേഷ്യമാണ്. ആൻഡ്രേഷ്യം മെയിൽ, ഗൈനേഷ്യം എന്താണ് ഫീമെയിൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കാലിക്സ്. കാലിക്സ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഇതിൽ പോയിട്ടുള്ള ഭാഗം നമുക്ക് അടുത്ത സ്ലൈഡിൽ വ്യക്തമായിട്ട് കാണിച്ച് പറയുന്നുണ്ട്. അടുത്തതിൽ നമുക്ക് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത തലാമസ് എന്ന് പറയുന്നത് ഇതാ ഈ ഭാഗം തലാമസ്, അതും ഒക്കെ അതിൽ വ്യക്തമായിട്ട് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. തലാമസ് ആൻഡ് പെഡിസൽ. പെഡിസൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന ഈ ഭാഗം, ഇതിനെ ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ ഈ ഫ്ലവർ ആദ്യം തന്നെ എടുത്തു വെച്ച് ഇങ്ങനെ ചെയ്യാം. ഇത് എന്ത് ചെയ്യാം, ഇതൊക്കെ എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇതിൽ മിക്കവാറും ഈ ചാപ്റ്ററുകളിൽ ചോദിക്കുന്ന ഭാഗമാണ് ഈ ഇതിന്റെ പ്ലാന്റ്സിന്റെ പാർട്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വരച്ചു പഠിക്കണം. ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ പച്ച കളറിലാക്കി കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ? അതൊക്കെ ഇത് വരയ്ക്കേണ്ട സ്ഥാനത്ത് വരയ്ക്കുക. ഈ പച്ച കളറിലാക്കി ഇതൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ എഴുതി വെക്കും ചെയ്യണം, ലാബിൽ ചെയ്ത് വെക്കും ചെയ്യണം. അപ്പൊ ഇനി ആ നോട്ട്സ് ഞാൻ ഇതിലൂടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തരില്ല. ഈ വീഡിയോ എടുക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഓരോ ക്ലാസ് വീഡിയോസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗത്താണോ ഞാൻ ഇങ്ങനെ പച്ച കളറിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ചിത്രത്തിൽ എങ്ങനെയാണുള്ളത് ആ ഭാഗത്ത് നിങ്ങൾ ചിത്രം വരയ്ക്കുക. അതുപോലെ ഈ പച്ച കളറിൽ ഉള്ളത് എഴുതി വെക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ സെപ്പറേറ്റ് നോട്ട്സിന്റെ നോക്കട്ടെ. ഞാൻ അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് നോട്ട് തരാമെങ്കിൽ അതും തരാം. കഴിയുന്നതും ഇങ്ങനെ എഴുതി വെക്കുക. ഓരോ ദിവസത്തെ വേണമെങ്കിൽ
നോക്കി വെക്കണമെങ്കിൽ പിന്നെയും നോക്കി ഓരോ ദിവസം നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാം. ഇത് തന്നെയായിരിക്കും ഞാൻ അടുത്ത ലാസ്റ്റ് നോട്ട്സ് ആയിട്ട് തരാം. കുറച്ച് കൂടുതലുണ്ടോന്ന് അറിയില്ല, നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇപ്പൊ ഈ ഓരോ പാർട്സുകൾ പറഞ്ഞു. ഈ പാർട്സിന് ഓരോന്നിനും എന്താണ് ഫങ്ഷൻസ് ഉണ്ടാവൂലേ? ഓരോ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടാണോ ഇത്? ഇപ്പൊ നിങ്ങൾക്ക് കാലുകളുണ്ട്, കൈകളുണ്ട്, അല്ലേ? മൂക്കുണ്ട്, നാക്കുണ്ട്, അല്ലേ? കണ്ണുണ്ട്, അല്ലേ? വെറുതെ ഉണ്ടാക്കിയിട്ടാണോ ഈ കണ്ണും മൂക്കും നാക്കൊക്കെ? അത് അതിൻ്റെതായുള്ള എന്തുണ്ടാവും, ഒരു ഫങ്ഷൻസ് ഉണ്ടാവില്ലേ? എന്തിനാ വെറുതെ വെച്ചല്ലോ, അല്ലേ? ദൈവം തന്നിരിക്കുന്ന അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ? നമുക്ക് എന്തിനാ കണ്ണ് കാണാനുള്ളതാണ്, അല്ലേ? നമുക്ക് ശ്വസിക്കാനുള്ള ഇതിനു വേണ്ടിയിട്ടാണ്. മണം അറിയാം, അല്ലേ? നാക്ക് രുചി ഓരോന്നും നമുക്ക് അറിയാവുന്നതാണ്, അല്ലേ? അതേപോലെ ഫ്ലവേഴ്സിന്റെ ഓരോ പാർട്സും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇത് നിങ്ങൾ ചിത്രത്തിൽ വരയ്ക്കാനാണ്. ഈ ചിത്രം ലേബിൾ ചെയ്ത് വരയ്ക്കാൻ നോട്ട്ബുക്കിലേക്ക് എടുത്ത് വരയ്ക്കേണ്ടതാണ്. അത് ഞാൻ ആ നോട്ട്സ് തരാം, നോക്കട്ടെ, അതിനനുസരിച്ച് ചെയ്യാം. എന്നാൽ ഓരോ ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ. നമ്മൾ നേരത്തെ പെഡിസൽ എന്ന് പറഞ്ഞില്ലേ? നേരത്തെ പെഡിസൽ എന്ന് പറഞ്ഞു, താഴെ ഇങ്ങനെ കിട്ടുന്ന ഈ ഭാഗം, താഴെ ഇങ്ങനെ കിട്ടുന്ന ഭാഗം, അത് ഞാനിവിടെ വേറെ ഉണ്ട്, അല്ലേ? ഈ പെഡിസൽ എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷൻസ് ഞാൻ നോക്കാം. പെഡിസൽസിന്റെ ഫങ്ഷൻസ് ആണ് എന്താ? കണക്ട് ദ ഫ്ലവേഴ്സ് വിത്ത് പ്ലാന്റ്സ്. അപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, അല്ലെ? നമ്മളെ ചെടിയുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നത് എന്താണ്? ഈ ഭാഗമാണ്, അല്ലെ? ആ ചെടിയുടെ മൊത്തമായിട്ടുള്ള ഫ്ലവർ ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. അല്ലാതെ ചെറിയ കഷ്ണമായിട്ടുള്ള ഫ്ലവർ ആയിരിക്കും. ഇത് മൊത്തം അവിടെ നിങ്ങോട്ടുള്ള ഫ്ലവർ, ഇടഭാഗമുള്ള ഫ്ലവർ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഈ ഭാഗത്ത് പറയുന്ന പേരാണ് പെഡിസൽ. പെഡിസലിന്റെ ഫങ്ഷൻസ് എന്താണ്? കണക്ട് ദ ഫ്ലവേഴ്സ് വിത്ത് പ്ലാന്റ്സ്. കണക്ട് ദ ഫ്ലവേഴ്സ് വിത്ത് പ്ലാന്റ്സ്. നെക്സ്റ്റ് സെക്കൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് എന്താണ്? സെക്കൻഡ് ഗൈനേഷ്യം. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, അല്ലെ? ഫീമെയിൽ. അപ്പൊ ഇതിന്റെ നമ്പർ 1 എന്ന് പറയുന്നത് 1. അങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളത് എന്ത് ചെയ്യാം, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാതെ ഞാനിങ്ങനെ ഏറോ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷനാണ്. ആ ഏറോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഇട്ടത്. 1 1 കണക്ട് ചെയ്യുക, 2 2 3 3 4 4 കണക്ട് ചെയ്തിട്ടാണ് എഴുതി വെക്കുന്നത്. ഓക്കെ. സോ പെഡിസൽ എന്താണ്? കണക്ട് ദ ഫ്ലവേഴ്സ് വിത്ത് പ്ലാന്റ്സ്. സെക്കൻഡ് വൺ ഗൈനേഷ്യം ഇസ് ദ എന്താണ്? ഗൈനേഷ്യം എന്താണ്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ പാർട്സ് ഓഫ് ദി ഫ്ലവേഴ്സ് ഫോംഡ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറി എന്തെയാണെന്ന് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ട്. സ്റ്റിഗ്മ എന്താണ്, സ്റ്റൈൽ എന്താണ്, ഓവറി എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ വ്യക്തമായിട്ട് പറയും. ഓക്കെ. ഇനി അടുത്ത് അപ്പൊ ഈ ഭാഗത്തെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗത്ത് ഇത് ഉള്ളിലേക്കുണ്ട്. ഞാൻ നമുക്ക് അടുത്ത സ്ലൈഡിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത് തലാമസ്. തലാമസ് എന്ന് പറയുന്നത് ഇവിടെയാണ് 3. ഓൾഡ് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ഫ്ലവേഴ്സ്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ഫ്ലവേഴ്സിന്റെ എല്ലാ ഭാഗത്തെയും ഹോൾഡ് ചെയ്യുന്നത്, അവിടെ പിടിച്ച് തങ്ങി നിർത്തുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഇതാണ് ഹോൾഡ് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ഫ്ലവർ. എന്താണ്? തലാമസ്. തലാമസ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ്. കേട്ടോ, ഈ ഭാഗത്ത് ഈ ഭാഗമാണത് പെഡിസലായിട്ട് പറയുന്നത്. ഈ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? കാലിക്സ്. കാലിക്സ് എന്ന് പറയുന്നത് കാലിക്സ് എന്താ? പ്രൊട്ടക്ട്സ് ദ ഫ്ലവേഴ്സ് വെൻ ഇറ്റ് ഈസ് ബഡ്. ബഡ് എന്ന് പറഞ്ഞാൽ മുട്ടാണ്. മുട്ടാകുന്ന സമയത്ത് ആ ഭാഗത്ത് പ്രൊട്ടക്ട് ചെയ്യുക. ഹോൾഡ് പെറ്റൽസ് ആഫ്റ്റർ ബ്ലൂംസ്, അതായത് വിരിഞ്ഞു വരുമ്പോൾ ഈ പച്ച കളർ കാണുന്നില്ലേ, തോല് പോലുള്ള ഭാഗം, അല്ലെ? ഈ ഭാഗത്തിന്റെ ഉള്ളിലായിരിക്കില്ല ഈ മുട്ടുണ്ടാകുന്നത്. ആ ഭാഗത്തിന്റെ ഉള്ളിലായിരിക്കില്ലേ? ഇത് ഇങ്ങനെ കുറേശ്ശെ വലുതായിട്ടാണ് ഈ പച്ച ഭാഗമായിട്ടല്ലേ ഉണ്ടാകുക. ഈ പച്ച ഭാഗമാണ് കാലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആ മുട്ടിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും പിന്നെ ഹോൾഡ് പെറ്റൽസ് ആഫ്റ്റർ ഇറ്റ് ബ്ലൂം, അതായത് പെറ്റൽസ് എന്താണ്? ഇതളുകളെ എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതായിട്ട് നിർത്തുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്? നമ്മുടെ കാലിക്സ് ആണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ആൻഡ്രേഷ്യം. ആൻഡ്രേഷ്യം നമ്മൾ പറഞ്ഞു മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ദി ഫ്ലവർ ഫോംഡ് ഓഫ്
ആന്തർ ആൻഡ് ഫിലമെന്റ്സ്. ആന്തറും ഫിലമെന്റും കൊണ്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്. സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറി കൊണ്ടാണ് ഗൈനേഷൻ ഉണ്ടായിരിക്കുന്നത്. മെയിലില് ആയിട്ടുള്ള ആൻഡ്രീഷൻ എന്ന് പറയുന്നത് ആന്തർ ഫിലമെന്റ്, ആന്തറും ഫിലമെന്റും കൂടി എന്തായിട്ടാണ് ഫോം ചെയ്തിട്ടാണ് ഈ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ആൻഡ്രീഷൻ വരുന്നത്. നെക്സ്റ്റ് കൊറോള. നമ്മൾ പറഞ്ഞു കിരീടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം അല്ലെ, ഇതിന്റെ ഫംഗ്ഷൻ എന്താ? എന്തിനാ? ഒരു ഫ്ലവർ നമുക്ക് കാണുമ്പോൾ അതിന് എന്ത് ചെയ്യണം? അട്രാക്റ്റീവ് ഉണ്ടാവും അല്ലെ. അത് കണ്ടിട്ടല്ലേ നമ്മൾ നോക്കുന്നത്. എന്ത് രസമുള്ള പൂവാണ് അല്ലെ നമ്മൾ കാണുമ്പോൾ. അല്ലാതെ എന്ത് ഒരു രസമില്ലാത്ത പൂവാണ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്കൊരു ഡ്രസ്സൊക്കെ ഇല്ലേ നമുക്ക്. അപ്പൊ ഒരാള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നു, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യും? ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ടല്ലോ ഡ്രസ്സ് എന്ന് പറയില്ലേ അല്ലെ. അപ്പൊ അതിനെ നോക്കാൻ നമ്മൾ നോക്കൂലേ. അതേപോലെ തന്നെ ഒരാൾ ഇതില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ അതിനെ അട്രാക്ട് ചെയ്യിക്കാൻ. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഇതില്ലേ ബട്ടർഫ്ലൈസ് അല്ലെ, ഇതൊക്കെ ഈ ബീസ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഹണി ബീ ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യാണ്? നമുക്ക് അതിലേക്ക് വന്നിട്ട് തേൻ കുടിക്കുന്നുണ്ട് അല്ലെ. ഈ തേൻ കുടിക്കണമെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യിക്കാൻ അതൊരു ഫാക്ടർ വേണ്ടേ? ഒന്ന് കളർ കൊണ്ട് അട്രാക്ട് ചെയ്യിക്കാൻ. നിങ്ങൾ ആ കളർ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് വന്ന് പഠിക്കണ്ടേ അല്ലെ. അതിനൊക്കെ വേണ്ടിയിട്ട് എന്താ ആവശ്യമാണ്? അതിന്റെ കളറിന് വേണ്ടി കൊറോള പ്രൊവൈഡ് കളർ കൊടുക്കുന്നു അതിന് അല്ലെ. ആൻഡ് ഫ്രാഗ്മെന്റ്സ് ആൻഡ് അട്രാക്റ്റീവ്നെസ് ടു ദ ഫ്ലവേഴ്സ്. അതായത് അതിനെ ഒരു പ്രത്യേക ഷേപ്പ് ഇതൊക്കെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിനെന്ത് ചെയ്യും? അതിന് എന്ത് ചെയ്യും? അത് അട്രാക്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. ഫ്ലവേഴ്സ് എന്തിനാണ്? അതിന്റെ ഫ്ലവേഴ്സിന്റെ അട്രാക്റ്റീവ്നെസ്സും ഒക്കെ കൊടുക്കുന്നത് എന്താണ്? കൊറോള എന്ന പാർട്ടാണ്. ഓക്കെ, കൊറോള. ഈ കാര്യം തന്നെയാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്. ഇത് നിങ്ങളെ ആക്ടിവിറ്റിയാണ്. ഇത് ലാബിൽ ചെയ്യണം. ഓക്കെ, ഈ ഭാഗം ലാബിൽ ചെയ്തിട്ട് ഈ ഓരോ ലൈനിലാക്കി എഴുതണം. അത് ഞാനത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ പറഞ്ഞ എല്ലാ ഫംഗ്ഷൻസും ആണ് ഇതിൽ ലാബിലായിട്ട് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് ലാബിൽ ചെയ്തിട്ട് എഴുതി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ആക്ടിവിറ്റി പറയുന്നത് ഈ ചിത്രം വരച്ചിട്ട് അതിന് ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റി ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം. അത് കൂട്ടിട്ട് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാനിവിടെ വേറെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അതേപോലെ തന്നെ എഴുതി വെക്കാം. പഠിക്കുകയും ചെയ്യാം ഓരോന്നിന്റെ പാർട്സ്, അതിന്റെ ഫങ്ഷൻസ്. ഓക്കെ, അടുത്തത് ഫ്ലവേഴ്സ്. എന്താണ് ഫ്ലവേഴ്സ്? നമുക്ക് എല്ലാ എന്താണ് the fruits are formed from flowers and seeding the products are by the germination of seeds seen inside the fruits. അതായത് ഫ്രൂട്ട്സ് ഒക്കെ എവിടുന്നാണ്? ഫ്ലവറിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്ത് പോരുന്നത് അല്ലേ. പൂവിടോ ഈ ഇതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. സീഡ്സ് ഇതൊക്കെ പോകുന്നതൊക്കെ നിന്നാണ് ഈ ഫ്ലവേഴ്സ് സെക്ഷനിലൂടെയാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊരു പ്രത്യേക പാട്ടാണ് റീപ്രൊഡക്ഷൻ. അപ്പൊ അതിന് ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? റീപ്രൊഡക്ഷൻ എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും അല്ലെ. എന്താ റീപ്രൊഡക്ഷൻ? Reproduction is the process by which organisms produce their young ones to retain their ancestry. അതായത് ഇപ്പോൾ നിങ്ങള് എന്താണ് ഒരു മാവുണ്ട് ശേഷം ആ മാവ് എന്ത് ചെയ്യണം? അടുത്ത മാവ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇതല്ല പറയുന്നത്, നമ്മുടെ കൾട്ടിവേഷൻ ഒട്ടുമാവ് അങ്ങനത്തെ കേസല്ല. അങ്ങനത്തെ അല്ലാത്ത രീതിയിൽ ഒരു മാവിന് എന്ത് ചെയ്യണം? മാവ് അടുത്ത ഇതിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ വിത്ത് വിതറിയിട്ടോ അല്ലെങ്കിൽ ആ വിത്തില്ലേ, വിത്ത് എന്ന് പറയുന്നത് അവിടെ അണ്ടി എന്ന് പറയുന്നത് അല്ലെ, അത് കുഴിച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാകുന്നത് അല്ല, അതല്ല അതിന്റെ സീഡ്. സോ അപ്പൊ ഒരു റിപ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് വിച്ച് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ദിയർ യങ് വൺ. അതിന്റെ ചെറിയ കുട്ടിയാ, അതായത് ഇപ്പം ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിൽ ഉണ്ടാകി, ഒരു ചെടിയിൽ നിന്ന് അതിന്റെ പുതിയൊരു ചെടി, ചെറിയ യങ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അതാണ് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടി
ജനറേറ്റ് ചെയ്യുന്നത്. ഒരു വലിയ ചെടിയിൽ നിന്ന് വേറൊരു ചെടി ഉണ്ടാകുന്നില്ലേ, അത് വിത്ത് കുഴിച്ചിട്ടിട്ട് അത് വേറൊരു ചെടി ഉണ്ടാകുന്ന പ്രോസസ്സില്ലേ, ആ പ്രോസസ്സ് അത് കുഴിച്ചിട്ടേ അല്ലെങ്കിൽ താനേ ഉണ്ടാവും അല്ലേ, ഉണ്ടാവില്ലേ? അങ്ങനെ ആ ഉണ്ടാകുന്ന ആ പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണത് റീപ്രൊഡക്ഷൻ. ഓക്കെ, റീപ്രൊഡക്ഷൻ ഈസ് ദ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ബയോളജി സെക്ഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീപ്രൊഡക്ഷന്റെ കേസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പോൾ റീപ്രൊഡക്ഷൻ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലേക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇതൊക്കെ പഠിക്കുന്നത്. അടുത്ത വലിയ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്കത് ആനിമൽസിനെ കുറിച്ചിട്ടും റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ അടുത്ത ആ ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ദർ യങ് വൺസ് ടു റിട്ടേൺ ദർ ആൻസസ്റ്റർ. അതിന്റെ എന്താണ് അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലവേഴ്സ് ഫോംഡ് ദ ഫങ്ഷൻസ് ഓഫ് റിപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഫ്ലവേഴ്സ് ആണെന്ത് ഈ റിപ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു ഭാഗം. ഓക്കെ, ഫ്ലവേഴ്സ് ആർ ദ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻ ദ പ്ലാന്റ്സ്. അപ്പം ചോദ്യം വരും, ഇതാണ് which is the reproductive organs in the plants. Okay, which is the reproductive organs in the plants. അല്ലെങ്കിൽ dash is the reproductive organs in the plants. എന്താണ് അർത്ഥം? ഫ്ലവർ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരെ ശ്രദ്ധിക്കണം. അപ്പൊ നോക്കാം, മാംഗോ ട്രീയുടെ കേസിൽ പൂ കണ്ടില്ലേ, മാംഗോ ഇതിലാണ് എന്തുണ്ടാകുന്നത്? മാങ്ങ അല്ലേ, മാങ്ങ ഉണ്ടാവുന്നു. മാങ്ങ നിങ്ങൾ എന്ത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കഴിക്കും, അല്ലെങ്കിൽ അത് താനും, അല്ലെങ്കിൽ ഏതെങ്കിലും കിളികളോ എന്തെങ്കിലും ജീവജാലങ്ങളോ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഉണ്ടാകുന്ന സീഡ് ആയിട്ടുള്ള അണ്ടി എന്ന് പറയുന്നത് വേറെ നിലത്ത് വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് അത് കുഴിച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ട് അടുത്ത പ്ലാന്റ് ഉണ്ടാവില്ലേ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഈ കേസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ആൻഡ്രീഷ്യൻ ഗൈനീഷ്യത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറഞ്ഞിരുന്നു. അവിടെ അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ്രീഷ്യത്തിന്റെ കേസ് നേരത്തെ. ഇതായിട്ടുള്ള പൂമ്പൊടി അല്ലെ, ഇങ്ങനെയുണ്ട്. ഇതാണ് പോളൻസ് ആർ ആൾസോ നോൺ ആസ് പോളൻ ഗ്രെയിൻസ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെയാണത് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആ പൂവിന്റെ മുകളിൽ ഇങ്ങനെ കാണാം ഒരു അതിനാ പൂമ്പൊടി എന്ന് നമുക്ക് പറയാം. എക്സാക്ട്ലി പറഞ്ഞാല് പൂമ്പൊടി. ഓക്കെ, സോ അതിനാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഫ്ലവേഴ്സിനും ഉണ്ടാവും ഈ പോളൻ ഗ്രെയിൻസ്. ഓക്കെ, അപ്പം എന്താണ് പോളൻസ് ആർ ആൾസോ നോൺ ആസ് പോളൻ ഗ്രെയിൻസ്. അപ്പൊ പോളൻ ഗ്രെയിൻസിന്റെ വേറൊരു പേരെന്താണ്? പോളൻസ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. എവിടെയാണ് അത് ഏത് ഭാഗത്തിൽ പെടുന്നതാണ്? മെയിൽ സെക്ഷൽ ഓർഗനിൽ പെടുന്നതാണ്. പ്ലാന്റ്സിന്റെ മെയിൽ സെക്ഷൽ ഓർഗൻസിൽ പറയുന്നതാണ് ഈ പറയുന്ന പോളൻ ഗ്രെയിൻസ് ഭാഗമാണ്. അതിൽ ഒരു ഭാഗമാണിത്. അപ്പൊ മെയിൽ സെക്ഷൽ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ആൻഡ്രീഷ്യം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ആൻഡ്രീഷ്യത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആ ചിത്രത്തെ കുറിച്ച് നോക്കാം. ആൻഡ്രീഷ്യത്തില് എന്താണ് ഈ നിൽക്കുന്ന ഈ ഭാഗത്തെ പറയുന്നതാണ് ആന്തർ എന്ന് പറയും. ഓക്കെ, ആന്തർ. അതിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ഇതിന്റെ മുകളിലാണ് നിൽക്കുന്നത് അല്ലെ. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു നാല് പോലെ ഒരു ഇത് കാണാം, ഒരു കൊമ്പ് പോലെ സാധനം അല്ലെ. അതിന് നമ്മൾ ഫിലമെന്റ് എന്ന് പറയും. എന്താണ്? ഫിലമെന്റ്സ്. ഈ ഫിലമെന്റിന്റെ മുകളിൽ കാണുന്ന ഈ മഞ്ഞ കളറിലുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് ആന്തർ എന്ന് പറയുന്നത്. ആന്തർ. ഈ ആന്തറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ ഡോട്ടായിട്ട് അതിലുണ്ടാവും. അതാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ പോളൻസ്. ഓക്കെ, ഇതാണ് പോളൻസ്. നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് നോക്കുക. അതിൽ കാണാവുന്ന ഭാഗമാണ് ഈ ഇതിലെ ഏറ്റവും മുകളിലേക്ക് നിൽക്കുന്ന ഈ നാല് പോലെ ഇതിനെ താങ്ങി നിർത്തുന്ന ഈ വര ഇതില്ലേ, അതിനാണ് ഫിലമെന്റുകൾ എന്ന് പറയാം. ഈ ഫിലമെന്റ് മുകളിൽ കാണുന്ന ഈ മഞ്ഞ കളറുള്ള ഭാഗത്തെ ആന്തർ എന്ന് പറയും. ഈ ആന്തർ സൂക്ഷിച്ചു നോക്കിയാൽ ഇതേപോലെ ഉണ്ടാകുക അല്ലെ, ഈ ഇതായിട്ടുണ്ടാകുക. അതിലുണ്ടാകുന്ന ഓരോ ഡോട്ടുകളാണ് പോളൻസ്. ഡോട്ടുകളാണ് പോളൻസ് അഥവാ പോളൻ ഗ്രെയിൻസ്. അപ്പൊ ഈ മൊത്തം ഭാഗത്തെ പറയുന്ന പേരാണ് ആൻഡ്രീഷ്യം.
സോ ആന്തർ ആൻഡ് ഫിലമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആന്തരീക്ഷത്തില് എന്താണ് ആന്തറും ഫിലമെന്റും കൂടി ചേർന്ന് മൊത്തമായിട്ടുള്ള ഭാഗത്താണ് ആന്തരീക്ഷം. മെയിൽ ഗാമേറ്റ്സ് is seen in pollen grains found in the anther of the anthidium. അത് മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്ന ഇതിലെ പുരുഷ ബീജം എന്ന് പറയുന്ന രീതിയിൽ മെയിൽ ഗാമേറ്റ് ഈ സീൻ ഇൻ പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസിലാണെന്ത് ഈ പറഞ്ഞിരിക്കുന്ന പോളൻ ഗ്രെയിൻസിലാണെന്ത് മെയിൽ ഗാമേറ്റ്സ് കാണപ്പെടുന്നത്. സീൻ ഓക്കെ ഗെയിൻസ് ഫൗണ്ട് ഇൻ ദ ആന്തറിൽ ഫൗണ്ട് ചെയ്യപ്പെടുന്നു. എന്താ ആന്തരീക്ഷം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ പോളൻ ഗ്രെയിൻസിലാണ് എന്തുണ്ടാകും മെയിൽ ഗാമേറ്റ്സ് സീൻ ചെയ്യുന്നത്. ഓക്കെ, ഉമ്മഴി ക്ലിയർ. അപ്പൊ ഇത്രയും കാര്യമാണ് ആന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഗൈനേഷ്യം, ഫീമെയിൽ റിപ്രഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഗൈനേഷ്യത്തെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിഗ്മ സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ സ്റ്റൈൽ ആൻഡ് ഓവറി ആയിരുന്നു ഇതിന്റെ മൊത്തമായിട്ടാണ്, ഈ ഭാഗത്തെ മൊത്തമായിട്ട് പറയുന്ന പേരാണ് ഗൈനേഷ്യം. അപ്പൊ നമ്മൾ ആ ചിത്രത്തിൽ നമ്മൾ നോക്കിയാൽ കാണില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, അത് ചെറുതായിട്ട് മുറിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണം, ആ പൂവിനെ, അതായത് ഈ പൂവിനകത്ത് വെച്ചില്ലേ, ഈ പൂവിനെ ഒരു ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിനെ മുകൾ ഭാഗം ഈ തോൽ ചെറുതായിട്ട് കട്ട് ചെയ്യാത്ത രീതി, അതായത് ഉള്ളിലുള്ള ഭാഗം കട്ടാത്ത രീതിയിൽ സൂക്ഷിച്ച് ആ തോടൊന്ന് വലിച്ചുകൊണ്ട് എടുക്കുക. ഓക്കെ, വലിച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു നാര് പോലെ, വെള്ള നാര് പോലെ കാണാം. ഓക്കെ, ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ആണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഭാഗം അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ടോപ്പിൽ നിൽക്കുന്ന ഭാഗത്ത്, ഈ ഭാഗത്തെ പറയുന്നത് സ്റ്റിഗ്മ. അതായത് ഇതിനുള്ളിൽ ഇതല്ല കേട്ടോ, നിങ്ങൾ ഈ പുറമേ ഉള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ആൻഡ്രേഷ്യം എന്ന് പറയുന്നത്. അതല്ലാതെ ഇതിന്റെ മുകളിലോട്ട് നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടാവും, ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടേക്ക് ചോക്കുന്നത് രണ്ടുണ്ടാവും. അത് എന്താണ്, അതിനെയാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഇതിന്റെ മുകളിൽ ഇവിടെ നിങ്ങോട്ട് നിൽക്കും, ഈ ഭാഗത്ത് മാത്രമേ ആൻഡ്രേഷ്യം എന്ന് പറയുന്നുള്ളൂ. ഇപ്പം അതിന്റെ മുകളിലോട്ടുള്ള ഭാഗം ഉണ്ടാവും, അതെന്താണ് സ്റ്റിഗ്മ കണ്ടെന്നാണ്. ഓക്കെ, സ്റ്റിഗ്മ, അതിലൂടെ സ്റ്റിഗ്മ ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാണ്, സ്റ്റിഗ്മയിലൂടെ എന്ത് ചെയ്യാണ്, നേരെ സ്റ്റിഗ്മയിലൂടെ ഈ ഉള്ളിലേക്ക് വരും. അപ്പൊ ഈ കുഴലിനെ പറയുന്ന, ഇതുപോലെ കുഴൽ പോലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിന് പറയുന്ന പേരാണ് സ്റ്റൈൽ. ഈ ഭാഗത്തെ ഇതിന് തുറന്ന് ഒരു ദ്വാരമായിട്ടുള്ള ഭാഗമാണ്. അതെന്താണ്, ദ്വാരമായിട്ട് കാണുന്നില്ല, അങ്ങനത്തെ ഭാഗത്താണ് സ്റ്റിഗ്മ. അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഈ പാർട്സിന് പറയുന്ന പേര് സ്റ്റൈൽ. ഓക്കെ, ദെൻ ഇറ്റ് റീച്ചസ് ടു ഓവറി. ഇവിടെയാണ് ഓവറി എന്ന് പറയുന്നത്, ഓവറി. ഓക്കെ, ഈ ഓവറിയിലാണ് എന്തുണ്ടാകുന്നത്, സീഡ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്, സീഡ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ 3 പാർട്സുകൾ, ഗൈനേഷ്യത്തിന്റെ പ്രധാനപ്പെട്ട 3 പാർട്സ് ആണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓക്കെ, നോക്കണം. ഇനി സ്റ്റിഗ്മയിലും സ്റ്റൈലും അവിടെ കഴിഞ്ഞു. ഈ ഓവറിയിലെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്താണ്? ഇപ്പൊ നമ്മളിവിടെ ഗൈനേഷ്യത്തിലെ ഏറ്റവും ഇതായിട്ടുള്ള എന്താണ്, നമ്മള് എന്താ പറഞ്ഞത്, നമ്മളെ പോളൻ ഗ്രെയിൻസ് ഒക്കെ ഉണ്ടാകുന്ന പറഞ്ഞിട്ടില്ലേ അല്ലെ? ആന്തർ പറയില്ലേ, പോളൻ ഗ്രെയിൻസിൽ ആന്തർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്ന പറഞ്ഞില്ലേ? അപ്പൊ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്സിലെ മെയിൽ ഇതാണത്, ബീജമാണത് ആന്തർ. ആന്തരീക്ഷത്തില് ആന്തർ. ഗൈനേഷ്യത്തിൽ എന്താണ്, ഓവറിയിലെ ഓവ്യൂളാണ്, അവിടെ ഉണ്ടാകുന്നതാണ് ഓവ്യൂൾസ്. ഓക്കെ, ഓവ്യൂൾസ്. എഗ് ഈസ് സീൻ ഇൻ ദ ഓവ്യൂൾ ഇൻസൈഡ് ദ ഓവറി. ഓവറിയിലാണ് എന്തുണ്ടാകുന്നത്, ഓവ്യൂൾസ് കാണപ്പെടുന്നത്. ഓവറിയിലാണ് ഓവ്യൂൾസ് കാണുന്നത്. ഈ ഓവ്യൂൾസിനെ പറയുന്നത് എഗ്സ് എന്ന് പറയും. ഈ ഓവ്യൂൾസും ഇതുപോലുള്ള ആൻഡ്രം കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഗ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എഗ്സ് ഫോം ചെയ്യും. ഈ എഗ്സ് ആണ് സീഡ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ്രീഷ്യം, ഗൈനേഷ്യം പ്രത്യേകമായിട്ട് പഠിക്കണം. എന്താണ് പോളൻ ഗ്രെയിൻസ്, ഇതൊക്കെ അടുത്ത ഇതിലേക്ക് വേണ്ടതാണ്, ശ്രദ്ധിച്ച് പഠിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അപ്പൊ ഇതില് ഈ അന്നന്ന് തന്നെ നോട്ട്സ് വേണമെന്നുള്ളവരാണെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതില് പച്ച കളറിലൊക്കെ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവും. ചിത്രങ്ങളൊക്കെ ഉള്ളത് കഴിയുന്നത് ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, അത് വരച്ച് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ കഴിഞ്ഞാൽ ഞാൻ നോട്ട് അങ്ങനെ തിരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.